ഹക്കീക്കത്തിലുള്ള സൂഫിയാക്കളുടെ ബാങ്ക്. അഊദു അല്ലാഹു മിനശ് ശൈത്വാനിർ റജീം. ബിസ്മി അല്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അൽഹംദു അല്ലാഹ്. ഈ ശബ്ദം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ 100 പ്രാവശ്യം ഈ സ്തുതി ചൊല്ലുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അന്ന അല്ലാഹു സുബ്ഹാനല്ലാഹ്. അഷ്ഹദു അന്ന ആദം ഹവ്വ നബികൾ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന ഖാലിഖ് അല്ലാഹ്. അഷ്ഹദു അന്ന വലിയല്ലാഹ്. അഷ്ഹദു അന്ന ഹമീദ് അല്ലാഹ്. അസ്സലാത്തു ഖൈറും മിനല്ലാഹ്. ഹയ്യ അലസ്സലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സലാത്ത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അന്ന അൽഹംദു അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അൽഹംദു അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അൽഹംദു അല്ലാഹു റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. റബ്ബനാ ളലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد الله رب العالمين. رب اغفر لي آمين برحمتك يا أرحم الراحمين. ഈ പ്രാർത്ഥന അറബി ഭാഷയിലാണ്. അക്ഷരത്തെറ്റുകൾ വരാതെ സൂക്ഷിക്കുക. മറ്റുള്ള അറബി ഭാഷകൾ പറയുന്നതും ചൊല്ലുന്നതും കേട്ട് അവരോടൊപ്പം ചൊല്ലി പ്രാർത്ഥിക്കണം. അംഗശുദ്ധീകരണം. ഹക്കീക്കത്തിന്റെ ശരീഅത്തിന്റെ തെരീഖത്ത് നമസ്കാരം അംഗശുദ്ധീകരണം നടത്തുമ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. നിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അല്ലാഹുവേ, ചെറിയതും വലിയതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി എൻ്റെ അംഗങ്ങളെ ഞാൻ ശുദ്ധിയാക്കുന്നു. ശപിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അംഗങ്ങളെ ഞാൻ ശുദ്ധിയാക്കുന്നു. 1. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ട പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ കൈകളെ ഞാൻ കഴുകുന്നു എന്ന് പറഞ്ഞ് കൈ രണ്ടും കഴുകുക. 2. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ട പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ കണ്ണും മൂക്കും ഞാൻ ശുദ്ധിയാക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണും മൂക്കും കഴുകി ശുദ്ധിയാക്കുക. 3. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ട പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ വായ ഞാൻ ശുദ്ധിയാക്കുന്നു എന്ന് പറഞ്ഞ് വായ കഴുകി ശുദ്ധിയാക്കുക. 4. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ട പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ മുഖം ഞാൻ കഴുകുന്നു. വലത് ചെവി മുതൽ ഇടത് ചെവി
ചെവി വരേക്കും നീളത്തിൽ തലമുടി മുടക്കുന്ന സ്ഥലം മുതൽ തൊണ്ട വരേക്കും കഴുകി വൃത്തിയാക്കുക. 5. അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ട പിശാചിന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ കൈ ഞാൻ ശുദ്ധിയാക്കുന്നു, മുട്ടുവരെ കഴുകി ശുദ്ധിയാക്കുക. 6. അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ട പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ ചെവി ഞാൻ ശുദ്ധിയാക്കുന്നു, ചെവി ഉള്ളവും പുറവും തടവുക. 7. അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ട പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ തല ഞാൻ ശുദ്ധിയാക്കുന്നു, തല മുഴുവൻ തടവുക. 8. അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ട പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ കാലുകൾ ഞാൻ ശുദ്ധിയാക്കുന്നു, കാലുകൾ രണ്ടും തണ്ടം കാൽ വരെ ശുദ്ധിയാക്കുക. 9. എല്ലാ അംഗങ്ങളും 3 പ്രാവശ്യം ശുദ്ധിയുള്ള വെള്ളത്തിൽ ശുദ്ധിയാക്കി ഈ വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് വഴിക്ക് വഴിയായി ഇതുപോലെ ചെയ്യേണ്ടതാണ്. ശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കൈ മലർത്തി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, പിശാചുക്കളുടെ ശിക്ഷയിൽ നിന്ന് എന്റെ ഹൃദയത്തെയും എന്റെ നാവിനെയും എന്റെ വായിനെയും എന്റെ കണ്ണിനെയും എന്റെ മൂക്കിനെയും എന്റെ ചെവികളെയും മുൻദ്വാരം പിന്ദ്വാരങ്ങളെയും ശരീരാത്മാവിനെ ആസകരം പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും രക്ഷിക്കണേ. എന്റെ ആത്മാവിനെ ശുദ്ധിയാക്കി തരണേ. അല്ലാഹുവേ, ഈ പറയപ്പെട്ട എല്ലാ അംഗങ്ങളെയും പിശാചുക്കളുടെ അക്രമ ശിക്ഷയിൽ നിന്നും കാത്തു രക്ഷിക്കണേ. എന്റെ എല്ലാ അംഗങ്ങളെയും മഹാരോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ. അല്ലാഹുവേ, നീ ഒഴികെ ഒരു ആരാധനും ഇല്ല. അഖില ലോക രക്ഷകനായ അല്ലാഹുവിനാവുന്നു സർവസ്തുതികളും. അല്ലാഹുവേ, എന്നെ പശ്ചാത്താപിക്കുന്നവരിലും പരിശുദ്ധി കൈക്കൊള്ളുന്നവരിലും നിന്റെ സദ്വൃത്തന്മാരിലും ഉൾപ്പെടുത്തേണമേ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. നീയല്ലാതെ ഒരു ആരാധനയും ഇല്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിന്നോട് ഞാൻ പാപമോചനത്തിന് അപേക്ഷിക്കുകയും നീങ്കിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. അല്ലാഹുവേ, നീ എന്നെ ഏഹത്തിലും പരത്തിലും രക്ഷിക്കുകയും അല്ലാഹുവേ, നിന്റെ ശിക്ഷകൾ കൂടാതെ എന്നെ സ്വർഗത്തിൽ കടത്തുകയും ചെയ്യണമേ. നമസ്കാരക്രമം. ആദം നമസ്കാരത്തിന് വിളിച്ച വിളി. അല്ലാഹു ഏറ്റവും വലിയ മഹാനാണ്. ആരാധിക്കാൻ അർഹതപ്പെട്ടവൻ അല്ലാഹുവാണ്. ആരാധിക്കുവാൻ അർഹതപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. സൃഷ്ടികർത്താവ് അല്ലാഹുവാണ്. കീഴ്വണക്ക സാഷ്ടാംഗ നമസ്കാരങ്ങൾക്ക് അർഹതപ്പെട്ടവൻ അല്ലാഹുവാണ്. അല്ലാഹു ചെയ്തു തന്ന ഗുണത്തിന് നന്ദി പറയുകയും അല്ലാഹുവിന് നന്ദി പറയുന്നതാണ് കൂടുതൽ ഗുണം ലഭിക്കുന്നത്. മനുഷ്യവംശങ്ങളെ, നിങ്ങൾക്ക് ഗുണത്തിന് വേണ്ടിയും നിങ്ങളുടെ വിജയത്തിലേക്ക് വേണ്ടിയും നമസ്കാരത്തിന് മുന്നോട്ട് വരുവീൻ. നമസ്കാരത്തിൽ ഗുണം ലഭിക്കുന്ന നമസ്കാരം അള്ളാഹുവിനെ സ്തുതിച്ച് ആരാധിക്കുന്നതാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുവീൻ. മനുഷ്യവംശങ്ങളെ, ഈ സമയം നമസ്കാരത്തിന്റെ സമയമാണ്. ഈ സമയം നിങ്ങൾ പാഴാക്കരുതേ. മനുഷ്യർ അള്ളാഹുവിനെ സ്തുതിച്ച് വണങ്ങി ആരാധിക്കാൻ നിർബന്ധിതരാണ്. അള്ളാഹു ഏറ്റവും വലിയ മഹാനാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവേ, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, നിന്നോട് പശ്ചാത്താപിക്കുന്നു. എന്റെ പാപങ്ങൾ പൊറുക്കണേ. എന്നെ പശ്ചാത്താപിച്ചുകൊണ്ട് എന്നെ ശപിച്ചുകൊണ്ട് ശിക്ഷിക്കരുതേ. എന്റെ പശ്ചാത്താപം സ്വീകരിക്കണേ. നിന്നെ ഞാൻ വെറുക്കുകയില്ല. നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ ആരാധിക്കുകയുമില്ല. എന്നെ പിടിച്ചു ശിക്ഷിക്കല്ലേ. നിന്നെ സ്തുതിച്ചു വണങ്ങുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. ഉടൻ നമസ്കരിക്കുക. ആദം നമസ്കാരത്തിന് നിൽക്കുന്ന സമയം ചെയ്ത നിയ്യത്ത്. ആദം മുന്നിൽ നിന്നുകൊണ്ട് ഹവ്വയും മക്കളും പിൻഭാഗത്ത് നിന്നുകൊണ്ടും ആദം ചെയ്ത നിയ്യത്ത്. അല്ലാഹുവേ, സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ അടക്കം ആകാശവും അതിലുള്ള സൃഷ്ടികളും ശക്തികളും ഭൂമിയും ബഹറും അതിലുള്ള സൃഷ്ടികളും നിന്നെ സ്തുതിച്ചു വണങ്ങുന്നു. അവർ നിന്നെ ആരാധിക്കുന്നത് പോലെയും നിന്റെ മലക്കുകളും മറ്റും നിന്നെ ആരാധിക്കുന്നത് പോലെയും അല്ലാഹുവേ, നിന്നെ മുൻനിർത്തി നിന്റെ മുന്നിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ഞങ്ങളുടെ ശരീരവങ്ങളെ നിനക്ക് അനുസരണമുള്ളവരായി നിർത്തിക്കൊണ്ട് നിനക്ക് നമസ്കാരവണക്കം ചെയ്യുന്നു. അല്ലാഹു ഏറ്റവും വലിയ മഹാനാണെന്ന്
പറഞ്ഞ് കൈ ഉയർത്തി നെഞ്ചിന്റെയും പുക്കളിന്റെയും ഇടയിൽ കെട്ടുക, നമസ്കരിക്കുക. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ, നിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. മനുഷ്യരടക്കം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിനും അല്ലാഹുവിലേക്ക് എൻ്റെ മുഖത്തിനെയും ആത്മാവിനെയും തിരിച്ചു. ഞാൻ സത്യവാനും സത്യവിശ്വാസിയുമാണ്, സത്യമായ പ്രവൃത്തികൾ ചെയ്യുന്നവനുമാണ്. അല്ലാഹുവേ, നിനക്ക് അനുസരണമുള്ളവനുമാണ്. ഞാൻ സത്യനിഷേധിയിൽ പെട്ടവനല്ല. നിശ്ചയമായും എൻ്റെ നമസ്കാരവും എൻ്റെ ആരാധനകളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അല്ലാഹുവേ നിനക്കാവുന്നു. അല്ലാഹുവേ, നീ എന്നെ സത്യവിശ്വാസിയാക്കണേ. അഖില ലോകരക്ഷകന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹുവേ, നീ കാരുണ്യവാനും കരുണാനിധിയുമാവുന്നു. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവസാനം പ്രതിഫലം ചെയ്യുന്നവരുമാണ്. അവസാന നാളിൽ അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നോട് മാത്രം സഹായം ആവശ്യപ്പെടുന്നു. ഞങ്ങളെ നീ സന്മാർഗത്തിൽ ചേർക്കണേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ദുർമാർഗരുടെയും നിന്റെ ശിക്ഷയ്ക്ക് അർഹതപ്പെട്ടവരുടെയും നിന്റെ ശാപത്തിന് ഇരയായവരുടെയും അല്ലാത്ത സജ്ജനങ്ങളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണമേ. ഇരുലോകത്തും സുഖമായി ജീവിപ്പിക്കണമേ. ശേഷം അല്ലാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണെന്ന് പറഞ്ഞ് കൈ കാലിന്റെ മുട്ടിൽ വെച്ച് കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക. മഹാന അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടുകൂടെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ശേഷം ഉയർന്നു നിന്ന് കൈന് മലർത്തി പ്രാർത്ഥിക്കുക. അല്ലാഹു ഏറ്റവും വലിയ മഹാനാണെന്ന് പറഞ്ഞു നിൽക്കുക. ഞങ്ങളുടെ രക്ഷിതാവേ, ആകാശവും ഭൂമികൾ നിറയെയുള്ള എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും നിനക്കാവുന്നു. ശേഷം ശരണമടയുക. പരമ ഉന്നതനായ എൻ്റെ രക്ഷിതാവേ, നിന്നെ സ്തുതിക്കുന്നതോടുകൂടെ നിന്റെ പരിശുദ്ധിയൻ വാഴ്ത്തുന്നു. ശേഷം ഇരിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ രക്ഷിതാവേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ. എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ വീഴ്ചകൾ പരിഹരിക്കുകയും എന്നെ ഉന്നത പദവിയിൽ എത്തിക്കുകയും എനിക്ക് ഭക്ഷണം തരികയും എന്നെ സന്മാർഗത്തിലാക്കുകയും എനിക്ക് സുഖം നൽകുകയും ചെയ്യണമേ. ശേഷം ശരണമടയുക, പ്രാർത്ഥിക്കുക. ശേഷം ഇരുന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, എൻ്റെ എല്ലാ കാഴ്ചകളും എല്ലാ അനുഗ്രഹീത കാര്യങ്ങളും എല്ലാ നമസ്കാരങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവേ നിനക്കുള്ളതാവുന്നു. നിശ്ചയമായും നീ പരമ ഉന്നതനും സ്തുതിക്കാൻ അർഹതപ്പെട്ടവനുമാവുന്നു. അല്ലാഹുവേ, ഞാൻ മുമ്പ് ചെയ്തതും പിറകെ ചെയ്തതും ചെയ്യുന്നതും രഹസ്യമായും പരസ്യമായും ചെയ്തതെല്ലാം എന്നേക്കാൾ കൂടുതൽ നീ അറിയുന്നവനാണ്. നീ അവയെല്ലാം എനിക്ക് പുറത്തു തരണമേ. നിശ്ചയമായും നീ എല്ലാ പ്രവൃത്തികൾക്കും ഗുണം ചെയ്യുന്നവനാണ്. ഞാൻ ചെയ്യുന്നത് നിനക്ക് തൃപ്തിപ്പെട്ടതാക്കി നീ എനിക്ക് ഗുണം ചെയ്യണേ. അല്ലാഹുവേ, നീയൊഴികെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അല്ലാഹുവേ, മൺകുഴിയിലെ ശിക്ഷകളിൽ നിന്നും അതിലെ ആപത്തുകളിൽ നിന്നും നരക ശിക്ഷകളിൽ നിന്നും ജീവിതകാലത്തും മരണസമയത്തുമുള്ള വിപത്തുകളിൽ നിന്നും ശപിക്കപ്പെട്ട പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും ഞാൻ സംരക്ഷണം തേടുന്നു. അല്ലാഹുവേ, ഞാൻ സഹായ സംരക്ഷണം തേടുന്നു. അല്ലാഹുവേ, എൻ്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ. ശേഷം അല്ലാഹുവേ, നീ ഏറ്റവും മഹാനാണെന്ന് പറഞ്ഞ് വലതുഭാഗത്തേക്ക് തലതിരിക്കുക. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. അതുപോലെ ഇടതുഭാഗത്തേക്കും തിരിഞ്ഞ് പറയുക. ശേഷം സ്തുതി ചൊല്ലുക. അല്ലാഹുവേ, നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ. എൻ്റെ പാപങ്ങൾ പൊറുക്കണേ. അല്ലാഹുവേ, നീയാണ് പരിശുദ്ധവാൻ. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുവേ, നീയാണ് മഹത്വമുള്ളവൻ. നിന്റെ മഹത്വങ്ങളെ ഞാൻ പോഴ്ത്തി പറയുന്നു. അല്ലാഹുവേ, നീയാണ് സൃഷ്ടികർത്താവ്. നിനക്കാണ് സ്തോത്രം. അല്ലാഹുവേ, നീയാണ് രക്ഷിക്കുന്നവൻ. എന്നെ നീ രക്ഷിക്കണേ. ശേഷം കൈമലർത്തി പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ പൊറുക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും എന്നെ സത്യവിശ്വാസിയാക്കുകയും സജ്ജനങ്ങളോടൊപ്പം ചേർത്ത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണേ. അല്ലാഹുവേ, എൻ്റെ ജീവിതം സുഖമാക്കണേ. എനിക്ക് വരുന്നതും വരാൻ പോകുന്നതുമായ ശിക്ഷകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, നിന്റെ ശക്തികളുടെയും ശക്തികളുടെയും ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ടതും മനുഷ്യരുടെ ശത്രു
ശത്രുക്കളുമായ പിശാചുക്കളുടെ ശത്രുതയിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ശാന്തിയും സമാധാനത്തോടെയുള്ള സുഖജീവിതവും സുഖമരണവും മരണശേഷം കാലാകാലം സ്വർഗീയ സുഖജീവിതവും എനിക്ക് നീ നൽകണേ. അല്ലാഹുവേ, എൻ്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. ശേഷം ശരണമടഞ്ഞ് കൈമലർത്തിയും പ്രാർത്ഥിക്കുക. ഇതിൽ കാണുന്ന നമസ്കാരം ആദം ഹവ്വയും ചെയ്തു മക്കളെ പഠിപ്പിച്ചതുമാണ്. ഇതിൽ കാണുന്ന നമസ്കാരം ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും കൂട്ടമായി നമസ്കരിക്കാൻ പഠിപ്പിക്കുന്നതാണ്. മറ്റുള്ളവർ കൂട്ടമായി നിന്ന് ഈ നമസ്കാരം ചെയ്യാൻ പാടുള്ളതല്ല. മനുഷ്യരുടെ പിന്തുവാരത്തിനെയും മുന്തുവാരത്തിനെയും കുനിഞ്ഞും ശരണമടഞ്ഞും മനുഷ്യർക്ക് ആരാധിക്കാൻ പാടില്ല. അതുപോലെ ചെയ്തു പഠിപ്പിക്കുന്നത് മനുഷ്യരെ പിശാചുക്കളാണ്. മാതാപിതാക്കളും മക്കളുമല്ലാത്ത കൂട്ടു നമസ്കാരത്തിൽ മനുഷ്യരുടെ പിന്തുവാരത്തിന് കുനിഞ്ഞും ശരണമടഞ്ഞും നിസ്കരിക്കാൻ പഠിപ്പിച്ചവൻ പിശാചുക്കളാണ്. മനുഷ്യരുടെ പിന്തുവാരത്തിനെയും മുന്തുവാരത്തിനെയും ശരണമടഞ്ഞും ചെയ്യുന്ന ആരാധനകൾ പിശാചുക്കൾക്കാണ്. ഇത്തരം അനീതി അനാചാര അക്രമങ്ങളും നമസ്കാരങ്ങളും ഒഴിവാക്കുക. സർവശക്തിനെ മാത്രം സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കാൻ പഠിച്ചു പ്രവർത്തിക്കുക. ഈ നമസ്കാരങ്ങൾ നിങ്ങളുടെ വീടുകളിലും കുട്ടികൾക്കും കുടുംബങ്ങളിലും മദ്രസ, പള്ളി, ദേവാലയങ്ങളും പഠിപ്പിച്ച് എല്ലാവരെയും നല്ലവരാക്കുക. മഹർഷി ഔലിയാക്കളുടെ തോബ എന്ന പക്ഷാതാപ നമസ്കാരം 100 പാപമോചനം ലഭിക്കുന്നത്. തോബ എന്ന പക്ഷാതാപം. ഒന്നാം തോബ നമസ്കാരം മഹർഷി ഔലിയാക്കളുടെ ആരാധന വണക്കം. ഇരുലോക സൃഷ്ടികർത്താവ് മനുഷ്യ വർഗത്തെയും ജിൻ വർഗത്തെയും സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ്. ആകാശഭൂമികളും അതിലുള്ള സർവത്ര സൃഷ്ടികളും അല്ലാഹുവിനെ മാത്രമാണ് സ്തുതിക്കുന്നത്. ഭൂമിയേക്കാൾ എത്രയോ വലിപ്പമുള്ളതാണ് ആകാശത്തുള്ള സൂര്യചന്ദ്ര നക്ഷത്രങ്ങളും. സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അല്ലാഹുവിനെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ടാണ്. മനുഷ്യവർഗങ്ങളുടെയും ജിൻ വർഗങ്ങളുടെയും നിർബന്ധ കടമയാണ് അള്ളാഹുവിനെ സ്തുതിക്കൽ. അള്ളാഹു ചെയ്തു തന്ന ഗുണത്തിന് അവന് നന്ദി പറയുക. അത് ചെയ്യേണ്ടത് അള്ളാഹു സൃഷ്ടിച്ച് ഭംഗിയാക്കി തന്ന ശരീരാവങ്ങളെ അടക്കി ഒതുക്കി പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരണമുള്ളവനായി നിർത്തിക്കൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് സ്തുതിച്ച് ചൊല്ലുക. അവകൾ ചെയ്യുന്നത് മറ്റൊരു കോലത്തിൻ്റെയും മറ്റൊരു രൂപങ്ങളുടെയും മുന്നിലായി കൊണ്ടാവരുത് നിൽക്കുന്നത്. ആ സമയം നിൽക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്ക് ശരീരവങ്ങളെയും തിരിച്ചുകൊണ്ട് മുന്നിട്ട് നിൽക്കണം. മുൻഭാഗം പടിഞ്ഞാറ് ഭാഗത്തേക്കും പിൻഭാഗം കിഴക്ക് ഭാഗത്തേക്കും വരത്തക്ക വിധത്തിലായിരിക്കണം നിൽക്കേണ്ടത്. മറ്റൊന്നിൻ്റെയും കോലങ്ങൾ വെച്ചുകൊണ്ടോ അതിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടും മറ്റുള്ള കോലങ്ങൾ കഴുത്തിലും ശരീരത്തിലും കെട്ടിയും വരഞ്ഞുകൊണ്ടും അവർ മറ്റുള്ള രൂപങ്ങളും കറ വിളങ്ങി പോലത്തെ രൂപങ്ങളും പൗഡറുകളും ശരീരത്തിൽ തേച്ചുകൊണ്ടും വരഞ്ഞുകൊണ്ടും അവർ നിൽക്കുന്ന സ്ഥലവും ആരാധിക്കാൻ ഉപയോഗിക്കുന്ന പടങ്ങളും ഉടുക്കുന്ന വസ്ത്രങ്ങളും വെള്ളയായിരിക്കേണ്ടതാണ്. വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമായിരിക്കണം. കാഷ്ടങ്ങൾ തേക്കാത്തതും വൃത്തിയുള്ള സ്ഥലത്തുമായിരിക്കണം. അതുപോലെ ശരീരവും ശുദ്ധിയായിരിക്കണം. ശുദ്ധിയുള്ള വെള്ള വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം പ്രവൃത്തി. നൃത്തം അച്ചടക്കത്തിലും ബഹുമാനത്തിലുമായിരിക്കണം. സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ചെയ്യുന്ന പ്രവൃത്തികൾ. ഈശ്വര വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും മഹർഷി ഔലിയാക്കളും പ്രവാചകന്മാരും ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് വിളിച്ച് ആരാധിച്ച പേരാണ് അള്ളാഹു എന്ന അതേ വാക്കുകളോടെ ചേർന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക. ആ സമയങ്ങളിൽ ചെയ്യേണ്ടുന്ന നിയത്ത്: അള്ളാഹുവേ, ഞാൻ
നിന്നോട് ചെയ്ത കരാർ അനുസരിച്ചുകൊണ്ട് നിനക്ക് കീഴ്വണക്കം ചെയ്യുന്ന നമസ്കാര വണക്കം ഒരു പ്രാവശ്യം ചെയ്യാൻ വേണ്ടി പടിഞ്ഞാറ് മുന്നിട്ട് നിനക്ക് അനുസരണമുള്ളവനായിക്കൊണ്ട് നിന്റെ മുന്നിൽ ഞാനിതാ നിൽക്കുന്നു. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്ന് നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് സഹായം ചോദിക്കുന്നു. നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അല്ലാഹുവേ, നീ ഏറ്റൊരു മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് കൈ ചെവി വരെ ഉയർത്തി താടിയിലും നെഞ്ചിലും കൈകൂട്ടി പിടിക്കുക. ഒന്ന്, കാൽ രണ്ടും അരടി വ്യത്യാസത്തിൽ സമം വെച്ചുകൊണ്ട് തല കുനിഞ്ഞു നിൽക്കുക. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയ മഹാൻ, ആരാധിക്കാൻ അർഹതപ്പെട്ടവൻ അല്ലാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. നീയാണ് സൃഷ്ടികർത്താവ്, നിന്നെയാണ് സ്തുതിക്കേണ്ടത്. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വണങ്ങുന്നു, നിനക്കൊരായിരം നന്ദിയും പറയുന്നു. നിനക്ക് തന്നെയാണ് സർവസ്തുതിയും. ശേഷം കുനിഞ്ഞു നിൽക്കുക, പ്രാർത്ഥിക്കുക. ശേഷം ഉയർന്നു നിൽക്കുക, അതുപോലെ പ്രാർത്ഥിക്കുക. ശേഷം മുട്ടുകാലിൽ ശരണത്തിൽ നിൽക്കുക, മുൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ശേഷം ശരണമടയുക, പ്രാർത്ഥിക്കുക. ശേഷം ഇരിക്കുക, പ്രാർത്ഥിക്കുക. വീണ്ടും ശരണമടയുക, പ്രാർത്ഥിക്കുക. വീണ്ടും ഇരിക്കുക, പ്രാർത്ഥിക്കുക. ശേഷം നിൽക്കുക. ശേഷം മുട്ടുകാലിൽ ശരണത്തിൽ നിൽക്കുക, പ്രാർത്ഥിക്കുക. ശേഷം ശരണമടയുക, പ്രാർത്ഥിക്കുക. ശേഷം ഇരിക്കുക, വീണ്ടും ശരണമടയുക. വീണ്ടും വഴിക്ക് വഴിയായി രണ്ടാമത്തെ പ്രാവശ്യവും ചെയ്യുക. അവസാനം രണ്ടാം പ്രവൃത്തിയുടെ രണ്ടാം ശരണ മടയിലിനു ശേഷം ചമ്മനപ്പടിയിൽ ഇരുന്നു കൊണ്ട് തുതിച്ച് വണങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇതിൽ ഓരോ പ്രവൃത്തികളിലും കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വണക്കത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. ഒരു പ്രവൃത്തികളിൽ നിന്ന് മറ്റൊരു പ്രവൃത്തിയിലേക്ക് നീങ്ങുമ്പോൾ അല്ലാഹുവേ, നീ ഏറ്റവും മഹാനാണെന്ന് പറയുകയും വേണം. നോട്ടം ശരി ശരണമടയുന്ന സ്ഥലത്തേക്കായിരിക്കണം. പ്രവൃത്തികൾ അച്ചടക്കത്തിലും ബഹുമാനത്തിലുമായിരിക്കണം. എല്ലാ പ്രവൃത്തികളിലും തുതി ചൊല്ലുക. രണ്ടാം പ്രവൃത്തിയുടെ അവസാനത്തെ ഇരുത്തത്തിൽ പ്രാർത്ഥനയ്ക്കു ശേഷം വലതുഭാഗത്തേക്ക് പിൻവശം കാണത്തക്ക വിധത്തിൽ മുഖം തിരിക്കുക. അല്ലാഹുവേ, നീ ഏറ്റവും മഹാനാണ്, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുക. ശേഷം അതുപോലെ ഇടതുഭാഗത്തേക്കും തിരിഞ്ഞു ചൊല്ലുക. ശേഷം ഇരുന്ന് കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വണങ്ങി അവസാനം രണ്ടാം പ്രവൃത്തിയുടെ രണ്ടാം ശരണത്തിനു ശേഷം ചന്ദനപ്പടിയിലിരുന്ന് സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇതിൽ ഓരോ പ്രവൃത്തികളിലും കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വണക്കത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊരു പ്രവൃത്തിയിലേക്ക് നീങ്ങുമ്പോൾ അല്ലാഹുവേ, നീ ഏറ്റവും മഹാനാണെന്ന് പറയുകയും വേണം. നോട്ടം ശരണമടയുന്ന സുജൂദിന്റെ സ്ഥലത്തേക്കായിരിക്കണം. പ്രവൃത്തികൾ അച്ചടക്കത്തിലും ബഹുമാനത്തിലുമായിരിക്കണം. അല്ലാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണ്, നിന്നെയാണ് അനുസരിക്കേണ്ടത്. നിന്നെ ഞാൻ അനുസരിക്കുന്നു. അല്ലാഹുവേ, നീയാണ് പരിശുദ്ധവാൻ, നിന്നെയാണ് വാഴ്ത്തേണ്ടത്. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുവേ, നീയാണ് സഹായിക്കുന്നവനും സംരക്ഷിക്കുന്നവനും, നിനക്ക് നന്ദി പറയുന്നു. അല്ലാഹുവേ, നീയാണ് പരിശുദ്ധവാൻ, നിന്നെയാണ് വണങ്ങേണ്ടത്. നിനക്ക് കീഴ്വണക്കം ചെയ്യുന്നു, നിനക്കാണ് സ്തോത്രം. അല്ലാഹുവേ, നീയാണ് ആഹാരം നൽകുന്നവൻ, നിന്നെയാണ് ആരാധിക്കേണ്ടത്. നിന്നെ ഞാൻ ആരാധിക്കുന്നു. അല്ലാഹുവേ, നീയാണ് സർവശക്തൻ, നിനക്കാണ് സർവസ്തുതിയും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അന്ധകാരങ്ങളിൽ കൂടി പ്രകാശം നൽകുകയും ചെയ്യുന്ന അല്ലാഹുവിനാണ് സർവസ്തുതികളും. എന്നും ജീവിക്കുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനും സ്വയം നിലനിൽക്കാൻ കഴിവുള്ളവനുമായ അല്ലാഹുവേ, നീയാണ് ആരാധിക്കാൻ അർഹതപ്പെട്ടവൻ. നീയല്ലാതെ ആരാധിക്കാൻ അർഹതപ്പെട്ടവൻ ഒരു സൃഷ്ടിയും ശക്തിയും ഇല്ല. നിന്നെ സ്തുതിക്കുന്നു. നിശ്ചയമായും അല്ലാഹുവേ, നീയാണ് എന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നിന്നെ ഞാൻ സ്തുതിക്കുന്നു. കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ, നിന്റെ തിരു നാമങ്ങൾ കൊണ്ടുള്ള സകല സ്തുതികളും നിനക്കുള്ളതാവുന്നു. നല്ല അന്തസ്സുള്ള മനുഷ്യരുടെ രൂപത്തിലും കോലത്തിലും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും അധിക രുചിയുള്ളതായ പഴവർഗ്ഗങ്ങളും ഭക്ഷണവർഗ്ഗങ്ങളും
മറ്റും നൽകിക്കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്നവനായ അല്ലാഹുവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അല്ലാഹുവേ, നിന്റെ മഹത്തായ സ്നേഹം നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, നീ എന്നെ സത്യവിശ്വാസിയാക്കി ജീവിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, ശാന്തിയും സമാധാനത്തോടെയുള്ള സുഖജീവിതവും സുഖമരണവും മരണശേഷം കാലാകാലം സ്വർഗീയ സുഖജീവിതവും എനിക്ക് നൽകണമേ. അല്ലാഹുവേ, ശാന്തി സമാധാനത്തോടെയുള്ള സുഖജീവിതവും സുഖമരണവും മരണശേഷം കാലാകാല സ്വർഗീയ സുഖജീവിതവും എനിക്ക് നീ നൽകിക്കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കണേ. അല്ലാഹുവേ, നീ തീർച്ചയായും എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നീയാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണേ. ഇഹലോകത്തും പരലോകത്തും എനിക്ക് നന്മ പ്രദാനം ചെയ്യണേ. നിന്റെ കഠിനമായ ശിക്ഷകൾ കൂടാതെ എന്നെ നീ സ്വർഗത്തിൽ കിടത്തി സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന അല്ലാഹുവേ നീ സ്വീകരിക്കണേ. ശേഷം രണ്ടാമതായിട്ടുള്ള നമസ്കാര വണക്കം ചെയ്യുക. ആ സമയങ്ങളിൽ ചെയ്യേണ്ടുന്ന നിയത്ത്, അല്ലാഹുവേ, ഞാൻ നിന്നോട് ചെയ്ത കരാർ അനുസരിച്ചുകൊണ്ട് നിനക്ക് കീഴ്വണക്കം ചെയ്യുന്ന നമസ്കാര വണക്കം ഒരു പ്രാവശ്യം ചെയ്യാൻ വേണ്ടി നിനക്ക് അനുസരണമുള്ളവനായി പടിഞ്ഞാറ് മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് കൈ ഉയർത്തി പുക്കളിൽ കൈ കൂട്ടിപ്പിടിക്കുക. മുൻ പ്രവർത്തിച്ചത് പോലെ ആയിരിക്കണം നൃത്തവും മറ്റുള്ള സർവത്ര പ്രവർത്തനങ്ങളും. പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, നിന്നെ ഞാൻ അനുസരിക്കുന്നതോടുകൂടി നിന്നെ ഞാൻ വണങ്ങുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. സർവസ്തുതിയും സർവശക്തനായ അല്ലാഹുവേ നിനക്കാവുന്നു. അല്ലാഹുവേ, നിന്നെ ഞാൻ ആദരിക്കുന്നതോടുകൂടി നിന്നെ വന്ദിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് നിന്റെ പരിശുദ്ധമായ വളർമ്മയെ ഞാൻ പുകഴ്ത്തി പറയുന്നു. സർവസ്തുതിയും സർവശക്തനായ അല്ലാഹുവേ നിനക്കാവുന്നു. ശേഷം നമസ്കാരത്തിൽ ചെയ്ത പോലെ കർമ്മം പോലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക. ശേഷം പ്രാർത്ഥിക്കുക, എന്നെന്നും നിലനിൽക്കാൻ കഴിവുള്ള അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വണങ്ങുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. ഭൂമികളെയും ആകാശങ്ങളെയും ആകാശത്തിലുള്ള സൂര്യചന്ദ്ര നക്ഷത്രങ്ങളടക്കം ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സർവത്ര സൃഷ്ടികളെയും ശക്തികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ അല്ലാഹുവേ, നിനക്കാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും. അല്ലാഹുവേ, നീ കണ്ണില്ലാതെ കാണുന്നവരും ചെവിയില്ലാതെ കേൾക്കുന്നവരും വായില്ലാതെ സംസാരിക്കുന്നവരുമാണ്. എനിക്കിനി കാണുവാൻ കണ്ണിനെയും കേൾക്കുവാൻ ചെവികളെയും സംസാരിക്കാൻ വായിനെയും തന്നുകൊണ്ട് എൻ്റെ മുഖത്തെ നീ ഭംഗിയാക്കി തന്നു. നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അല്ലാഹുവേ, നീ കൈയില്ലാതെ പ്രവർത്തിക്കുന്നവനും കാലുകളില്ലാതെ സഞ്ചരിക്കുന്നവനുമാണ്. എനിക്ക് നീ പ്രവർത്തിക്കുവാൻ കൈകളെയും നടമാടത്തിന് കാലുകളെയും തന്നുകൊണ്ട് എൻ്റെ ശരീരാവങ്ങളെ നീ ഭംഗിയാക്കി തന്നു. അല്ലാഹുവേ, നിന്നെ ഞാൻ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. അല്ലാഹുവേ, എൻ്റെ കണ്ണുകൊണ്ട് പല ചീത്ത കാഴ്ചകളും ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ വായു കൊണ്ട് പല ചീത്ത സംസാരങ്ങളും ഞാൻ സംസാരിച്ചിരിക്കുന്നു. അവകളിൽ വന്നതായ പാപങ്ങൾ പൊറുക്കണേ. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ ചെയ്തതായ എൻ്റെ ശരീരവങ്ങളെയും ആത്മാവിനെയും നിനക്ക് അനുസരണമുള്ളവനായി നിർത്തിക്കൊണ്ട് നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ. ശേഷം പിടിച്ച കൈ ഉയർത്തി കാൽമുട്ടിൽ ശരണത്തിൽ നിന്നുകൊണ്ട് കൈ വയറ്റിൽ കൂട്ടിപ്പിടിക്കുക. പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. അല്ലാഹുവേ, എൻ്റെ വയറ്റിൽ ഭക്ഷണം നിറക്കാൻ വേണ്ടി ഒരുപാട് തെറ്റായ പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു. അതിൽ വന്നതായ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ. ഒരുപാട് തെറ്റുകൾ ചെയ്തതായ എൻ്റെ ശരീരങ്ങളെയും ആത്മാവിനെയും നിന്നിലേക്ക് ശരണത്തിൽ നിർത്തിക്കൊണ്ട് നിനക്ക് അനുസരണമുള്ളതായി നിർത്തിക്കൊണ്ട് നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. ശേഷം ശരണമടയുക. ശേഷം ഇരുന്ന് കൈ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക.
അള്ളാഹുവേ നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് ദാ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ. ശേഷം ശരണമടയുക. ശേഷം ഇരുന്ന് കൈ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് ദാ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ശേഷം ശരണമടയുക. ഒരുപാട് തെറ്റുകൾ ചെയ്തതായ എൻ്റെ ശരീരവങ്ങളെയും ആത്മാവിനെയും നിന്നിലേക്ക് ശരണം അറിയിച്ചുകൊണ്ട് നിനക്ക് സുജൂദ് ചെയ്തുകൊണ്ടും നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് ദാ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. ശേഷം ഇരിക്കുക. കൈ രണ്ടും മുന്തുവാരത്തിൽ കൂട്ടിപ്പിടിക്കുക. അള്ളാഹുവേ നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് ദാ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. അള്ളാഹുവേ ഒരുപാട് തെറ്റുകൾ ചെയ്ത കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് ദാ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ശേഷം ശരണമടയുക, പ്രാർത്ഥിക്കുക, നിൽക്കുക, വഴിക്കു വഴിയായി പ്രാർത്ഥിക്കുക. രണ്ടാം പ്രവൃത്തിയുടെ രണ്ടാം സുജൂദിന് ശേഷം ചന്ദനപ്പടിയിൽ ഇരുന്നു കൊണ്ട് കൈ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് ദാ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ. ഒരുപാട് തെറ്റുകൾ ചെയ്തതായ എൻ്റെ ശരീരവങ്ങളെയും ആത്മാവിനെയും നിന്നിലേക്ക് ശരണത്തിൽ ഇരുത്തിക്കൊണ്ട് നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് ദാ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ. ശേഷം തല തിരിക്കുക. അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുക. ആദ്യമായി വലതു ഭാഗത്തേക്കും രണ്ടാമതായി ഇടത് ഭാഗത്തേക്കും തിരിഞ്ഞുകൊണ്ട് അതുപോലെ പറയുക. ശേഷം കൈമലർത്തി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അള്ളാഹുവേ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഒരു സൃഷ്ടിയുടെയും ശക്തിയുടെയും ഒരു രൂപത്തിന്റെയും കോലത്തിലും രൂപത്തിലുമല്ല. നിന്നെ ഒരു സ്ത്രീയും പുരുഷനും പ്രസവിച്ചു വളർത്തിയതുമല്ല. നീ അപാര ശക്തനാണ്. നിന്റെ ശക്തിയാൽ നീ തന്നെത്താൻ ഉണ്ടായവനാണെന്ന് ഉറച്ച വിശ്വാസത്തോടെ നിന്നെ സ്തുതിച്ച് വണങ്ങുന്നു. നീ ഐശ്വര്യങ്ങൾ നിറഞ്ഞ അന്തസ്സുള്ളവരും ഔദാര്യമാനുമാണ്. കീഴ്വണക്കത്തിനും സാഷ്ടാംഗത്തിനും നമസ്കാരങ്ങൾക്ക് അർഹതപ്പെട്ടവൻ നീയല്ലാതെ ഒരു ആരാധനയുമില്ല. നീ തന്നെയാണ് രാജാതിരാജൻ എന്ന ഉറച്ച വിശ്വാസത്തോടെ നിന്നെ സ്തുതിച്ച് വണങ്ങുന്നു. അള്ളാഹുവേ നീ തന്നെയാണ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം ചെയ്യുന്നവൻ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എനിക്ക് നീ പ്രതിഫലം ചെയ്യണമേ. അള്ളാഹുവേ നീ പരിശുദ്ധവാനും സന്മാർഗത്തിൽ ചേർക്കുന്നവരുമാണ്. എന്നെ നീ സത്യവിശ്വാസിയാക്കുകയും പരിശുദ്ധവനാക്കി സജ്ജനങ്ങളോടൊപ്പം ചേർത്തുകയും ചെയ്യണമേ. അള്ളാഹുവേ നിന്റെ രക്ഷയല്ലാതെ ഒരു ശക്തിയുടെയും ഒരു ശക്തിയുടെയും രക്ഷ എനിക്ക് ഈ പ്രപഞ്ചത്തിലില്ല. നീ എന്നെ രക്ഷിക്കണേ. അള്ളാഹുവേ നിന്റെ കരുണയല്ലാതെ മറ്റാരുടെയും കരുണ എനിക്കില്ല. എനിക്ക് നീ കരുണ ചെയ്യണമേ. അള്ളാഹുവേ നിന്നെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര സൃഷ്ടികളും ശക്തികളും ആശ്രയിക്കുന്നത്. അള്ളാഹുവേ നിന്നെ തന്നെയാണ് ഞാനും ആശ്രയിക്കുന്നത്. നിനക്ക് തുല്യമായിട്ട് ഒന്നുമേ ഈ ലോകത്തില്ല. നീയാണ് ഏഹത്തിലും പരത്തിലും നന്മ ചെയ്യുന്നവൻ. എനിക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. ഇരുലോകത്തും എന്നെ നീ സുഖമായി ജീവിപ്പിക്കണേ. നീയാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ. നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നിന്റെ കഠിനമായ ശിക്ഷകൾ കൂടാതെ എന്നെ നീ സ്വർഗത്തിൽ കടത്തണമേ. ശേഷം പശ്ചാത്താപ നമസ്കാര വണക്കം ചെയ്യുക. മനുഷ്യർ അറിഞ്ഞുകൊണ്ടും അറിയാതെയും പല തെറ്റുകളും ചെയ്യുന്നവരാണ്. ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപിച്ച് മടങ്ങുക. എല്ലാ തെറ്റുകളും ചെയ്തുകൊണ്ട് കാക്കയും കോഴിയും കാഷ്ടം കഴിച്ച് പുല്ലിനും കൊമ്പിലും കൊക്കുകൾ വെച്ച് തേച്ചുകൊണ്ട് ഇനി ഞാൻ കാഷ്ടം കഴിക്കുകയില്ല എന്ന് പറയുന്നു. വീണ്ടും കാഷ്ടം കണ്ടാൽ കഴിക്കുന്നു. വീണ്ടും അതുപോലെ ചെയ്യുന്നു. അതുപോലെ മനുഷ്യർ ചെയ്യാൻ പാടുള്ളതല്ല. ചെയ്തിട്ട് കാര്യവുമില്ല. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പശ്ചാത്താപിച്ച് മടങ്ങണം. ഇരുലോക രക്ഷകനും സൃഷ്ടികർത്താവുമായ അള്ളാഹു രക്ഷിക്കുന്നവനും ശിക്ഷിക്കുന്നവനുമാണ്. അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ല. അള്ളാഹു തന്നെ മാപ്പ് നൽകണം. അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പശ്ചാത്താപിക്കണം. അത് അവന്
സന്തോഷമുള്ള വിധത്തിൽ അവനെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ടും അവനോട് പശ്ചാത്താപിച്ച് മടങ്ങുക. അവകൾ ആരാധനയിൽ കൂടിയാണ് ഏറ്റവും നല്ലത്. തെറ്റുകൾ ചെയ്യാൻ നടക്കുന്ന കാലുകൾ സമം വെച്ചുകൊണ്ടും തെറ്റുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ശരീരങ്ങളെയും ആത്മാവിനെയും അള്ളാഹുവിനെ അനുസരണമുള്ളവനായി ഒതുക്കി പിടിച്ചു നിർത്തിക്കൊണ്ട് നിയത്ത് ചെയ്യുക. അള്ളാഹു പശ്ചാത്താപ നമസ്കാര വണക്കം ഒരു പ്രാവശ്യം ചെയ്യാൻ വേണ്ടി പടിഞ്ഞാറ് മുന്നിട്ട് നിന്നിലേക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് പശ്ചാത്താപിക്കുന്നു. അള്ളാഹുവിനെ ശപിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്ന് നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്നോട് സഹായം ചോദിക്കുന്നു. നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അള്ളാഹുവേ നീ ഏറ്റവും മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഇടതു കൈ വലതു ചെവിയിലും വലതു കൈ ഇടതു ചെവിയിലും പിടിച്ചുകൊണ്ട് അല്പം കുനിഞ്ഞു നിൽക്കുക. അള്ളാഹുവേ നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് താ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പാപങ്ങൾ പൊറുക്കണേ. അള്ളാഹുവേ പിശാചുക്കൾ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് പല ചീത്ത സംസാരങ്ങളും കേട്ടതുകൊണ്ടും പല വിധമായ തെറ്റായ പ്രവൃത്തികളും ചെയ്തിരിക്കുന്നു. അവകളിൽ വന്ന പാപങ്ങൾ നീ പുറത്തു തരണമേ. അള്ളാഹുവേ ഒരുപാട് തെറ്റുകൾ ചെയ്തതായ എൻ്റെ ശരീരങ്ങളെയും ആത്മാവിനെയും നിനക്ക് അനുസരണമുള്ളവനായി നിർത്തിക്കൊണ്ട് നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് താ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. ശേഷം കെട്ടിയ കൈ ഉയർത്തി നെഞ്ചിൽ കൂട്ടിപ്പിടിച്ച് കുനിഞ്ഞു നിൽക്കുക. അള്ളാഹുവേ നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് താ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പാപങ്ങൾ പൊറുക്കണേ. അള്ളാഹുവേ എൻ്റെ ഹൃദയത്തിൽ പിശാചുകൾ മന്ത്രിച്ചുകൊണ്ട് പല ചീത്ത പ്രവൃത്തികളെ പറ്റിയും ഞാൻ ചിന്തിച്ചിരിക്കുന്നു. അവകളിൽ വന്ന പാപങ്ങൾ എനിക്കും നീ പുറത്തു തരണമേ. അള്ളാഹുവേ ഒരുപാട് തെറ്റുകൾ ചെയ്തതായ എൻ്റെ ശരീരങ്ങളെയും ആത്മാവിനെയും നിനക്ക് കുനിച്ച് നിർത്തിക്കൊണ്ട് നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് ആ മാപ്പ് ചോദിക്കുന്നു. പാപങ്ങൾ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. ശേഷം നിൽക്കുക. പിടിച്ച കൈ ഉയർത്തി വായിലും മൂക്കിലും ചേർത്തി കൂട്ടിപ്പിടിക്കുക. അള്ളാഹുവേ നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ. എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് 14 പ്രാവശ്യം പറയുക. അള്ളാഹുവേ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും ശാരീരികമായും മാനസികമായും എന്നിൽ വന്നതായ സർവത്ര പാപങ്ങളും പുറത്തു തരണമേ. അള്ളാഹുവേ പിശാചുകൾ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടും പല ചീത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും പല ചീത്ത പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു. അതിൽ വന്നതായ പാപങ്ങൾ പുറത്തു തരണേ. അള്ളാഹുവേ നിന്നെ അറിഞ്ഞുകൊണ്ടും അറിയാതെ മാതിരി നടന്നുകൊണ്ട് സുഖമായി ജീവിക്കാൻ വേണ്ടി പല ചീത്ത പ്രവൃത്തികളും ചെയ്തിരിക്കുന്നു. അതിൽ വന്നതായ പാപങ്ങൾ എനിക്ക് പുറത്തു തരണമേ. അള്ളാഹുവേ നിന്നെ ആരാധിക്കണമെന്നും വണങ്ങണമെന്നും അറിഞ്ഞുകൊണ്ട് നിന്നെ ആരാധിക്കാതെയും വണങ്ങാതെയും പിശാചുക്കളെ ആരാധിച്ചും വണങ്ങിയും പല ചീത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും ചീത്ത ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടും ഒരുപാട് തെറ്റുകൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്ത പെരും പാപിയാണ് ഞാൻ. പരദോഷിയാണ്. എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ. നിന്റെ കഠിനമായ ശിക്ഷകളിൽ നിന്നെ രക്ഷിക്കണേ. അള്ളാഹു ഈ ഭൂമിയിൽ പിശാചുക്കൾ നിറഞ്ഞു കിടക്കുന്ന കാലമാണ് ഇത്. പിശാചുക്കളുടെയും കൊടിയ പിശാചിൻ്റെയും കഠിനമായ ശിക്ഷകളിൽ നിന്നെ രക്ഷിക്കണേ. അള്ളാഹുവേ നിന്റെ ദേഷ്യം കൊണ്ട് ഇനി ഇറക്കി വിടുന്നതായ ശിക്ഷകളിൽപ്പെട്ടതായ ഭക്ഷണം ഇല്ലാതെയും കുടിക്കാൻ വെള്ളമില്ലാതെയും വസ്ത്രമില്ലാതെയും മാരകമായ രോഗങ്ങൾ കൊണ്ടും നീ ശിക്ഷിക്കുന്നതായ കഠിനമായ ശിക്ഷകളൊന്നും എന്നെ രക്ഷിക്കണേ. പിശാചുക്കൾ ഉണ്ടാക്കുന്ന മാരകമായ രോഗങ്ങളൊന്നും അപകട മരണങ്ങളൊന്നും നീ എന്നെ രക്ഷിക്കണേ. മരണസമയത്ത് നിന്നെ സ്തുതിച്ചുകൊണ്ട് മരിക്കാനുള്ളതായ അനുഗ്രഹവും എനിക്ക് നീ നൽകണേ. അള്ളാഹുവേ പശ്ചാത്താപിക്കുന്നവരിലും പരിശുദ്ധവാന്മാരിലും സദ്വൃത്തന്മാരിലും എന്നെ ഉൾപ്പെടുത്തണേ. എന്നെ പരിശുദ്ധി നിറഞ്ഞ പരിശുദ്ധവാനായി അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ശരീരങ്ങളെയും ഹൃദയ ആത്മാവിനെയും ശുദ്ധിയാക്കി തരികയും നല്ല അന്തസ്സുള്ളതായ മനുഷ്യരുടെ രൂപത്തിലും കോലത്തിലും പ്രകാശിപ്പിക്കുകയും ചെയ്യണേ. നിന്റെ സുഖങ്ങൾ നിറഞ്ഞതായ സ്വർഗത്തിൽ
കടത്തിക്കൊണ്ട് എന്നെ കാലാകാലവും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. എൻ്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ. ഈ 6 നമസ്കാര വണക്കം ഓരോ പ്രാവശ്യമായി 6 പ്രാവശ്യം 9 സമയത്തും ചെയ്യുക. രാത്രി 12:30 മണിക്ക് ഒരെണ്ണം കൂടുതൽ ചെയ്യുക. അതുപോലെ ചെയ്തുകൊണ്ട് ഒരു ദിവസം 50 പ്രാവശ്യം ചെയ്തു തീർക്കുക. അതാത് നമസ്കാര സമയത്ത് ചെയ്യാൻ കഴിയാത്തവർ രാവിലെയും രാത്രിയുമായി 2 പ്രാവശ്യമായി ചെയ്തു തീർക്കുക. അതുപോലെയും നമസ്കാര വണക്കം ചെയ്യാൻ നിർബന്ധമാണ്. നിൽക്കാൻ കഴിയാത്തവർക്ക് ഇരുന്നു കൊണ്ടും നമസ്കരിക്കാവുന്നതാണ്. ശേഷം പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ടതും എന്റെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷയിൽ നിന്ന് നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. അല്ലാഹുവേ, നീ അല്ലാതെ ഒരു ആരാധകനും ഇല്ല. നീയാണ് സർവശക്തൻ. നിന്നെയാണ് സ്തുതിക്കേണ്ടത്. നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എന്റെ പാപങ്ങൾ പൊറുക്കണേ. അല്ലാഹുവേ, നീയാണ് രക്ഷിക്കുന്നവൻ. കൊടിയ പിശാചിന്റെ കഠിനമായ ശിക്ഷകളൊന്നും പരാക്രമികളായ രൂപികളൊന്നും എന്നെ രക്ഷിക്കണേ. ഏഹത്തിലും പരത്തിലും എന്നെ നീ സുഖമായി ജീവിപ്പിക്കണേ. ഇവിടെ പറയുന്ന അള്ളാ മക്കക്കാരും തങ്ങൾ മൗര്യകളും പറയുന്നതല്ല. മക്കക്കാരുടെ ബുദ്ധഗോപുരത്തിനെ ആരാധിക്കാൻ പഠിപ്പിക്കുന്ന അള്ളാനെ അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന അള്ളാ ഈ പ്രപഞ്ച സർവശക്തനാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ സ്തുതി പ്രാർത്ഥനകൾ ചെയ്യേണ്ടത്. ഇവിടെ പറയുന്ന അള്ളാ ഏക ഇലാഹ്. ഇവിടെ പറയുന്ന ഏക ഇലാഹ് യൂറോപ്യൻകാരും അച്ഛൻ പുരോഹിതന്മാരും കുരിശുരൂപത്തിനെ ആരാധിക്കാൻ പഠിപ്പിക്കുന്ന ദൈവത്തിനെ അല്ല. ഇവിടെ പറയുന്ന ഓം ശക്തി സാമി പൂജാരികൾ ബുദ്ധ ത്തിനെ ആരാധിക്കാൻ പഠിപ്പിക്കുന്ന ശിവശക്തിയും അല്ല. ഈ ലോകത്തുള്ള പല കോടാനുകൂടി ഇനം സൃഷ്ടിശക്തികളെയും പല രൂപത്തിലും പല കളറിലും പല ശബ്ദത്തിലും സംസാരിക്കുന്നവയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരും ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര സൃഷ്ടിശക്തികളെയും സൃഷ്ടിശക്തികളുടെയും യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനുമായ സർവ്വലോകരക്ഷകനെയാണ് സ്നേഹിച്ച് ബഹുമാനിച്ച് അള്ളാഹ് എന്ന തിരുവചനത്തിൽ സ്തുതിച്ചു വണങ്ങുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള പല കോടാനുകൂടി സൃഷ്ടിശക്തികളും പല കോടി ഭാഷകളിലും അവരുടെ സൃഷ്ടികർത്താവും മാതാവും പിതാവും ഗുരുനാഥനുമായ സർവശക്തിനെ മാത്രം അവരുടെ ഭാഷയിൽ സ്തുതിച്ചു വണങ്ങി നമസ്കരിച്ചുകൊണ്ടാണ് സർവത്ര സൃഷ്ടികളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകസൃഷ്ടികൾ കൂടുതൽ അന്തസ്സും അറിവും ബുദ്ധിയും അനുഗ്രഹവും നൽകി സൃഷ്ടിച്ച് സുഖസന്തോഷത്തോടെ സംരക്ഷിക്കുന്ന മനുഷ്യർ സർവശക്തിനെ നിഷേധിച്ച് ധിക്കരിച്ച് പുച്ഛിച്ച് ചീത്ത പറഞ്ഞ് ഇന്ത്യയിലെ കൊള്ളക്കാരെ പല ദൈവപേരുകൾ പറഞ്ഞ് ബുദ്ധി വിഗ്രഹങ്ങളെ ആരാധിച്ച് സർവശക്തൻ ബുദ്ധി വിഗ്രഹ രൂപത്തിൽ ജന്മമെടുത്തു എന്നും മറ്റും പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്നു. യൂറോപ്പിൽ കുരിശിൽ തറച്ച കുരിശു രൂപത്തിനെ ആരാധിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് കുരിശിൽ തറച്ച മനുഷ്യൻ സർവശക്തൻ മറിയയിൽ കൂടി ജന്മമെടുത്തതാണെന്നും പറഞ്ഞു പഠിപ്പിക്കുന്നു. മക്കക്കാരുടെ ബുദ്ധഗോപുരത്തിനെ ആരാധിക്കാൻ പഠിപ്പിച്ച മനുഷ്യനെ സർവശക്തനായ അള്ളാഹു നബിയാക്കി എന്നും മറ്റു പലതും പറയുന്നു. ഇത്രയും മതരൂപാരാധന ചെയ്തും ചെയ്യാൻ വേണ്ടിയും ജാതി മത വ്യക്തി വൈരാഗ്യങ്ങൾ പറഞ്ഞ് ചിന്തിച്ചും സ്വന്തം സഹോദരന്മാരെ കൊല ചെയ്യാനുള്ള ദുഷ്ട ഉദ്ദേശത്തോടെ ഹൃദയം കറുത്തിരുണ്ട് കരിക്കട്ടയുടെ കളറിലായി ശരീരരൂപം നായപന്നിയുടെ രൂപത്തിലായി ലോകശക്തികളിൽ കൂടുതൽ അന്തസ് അറിവോടുകൂടിയും സൃഷ്ടിച്ച മനുഷ്യരുടെ ദുഷ്ടപ്രവൃത്തികൾ കാരണത്താൽ ലോകശക്തികളിൽ ഏറ്റവും താഴുന്ന നായപ്പന്നിയുടെ മുഖശരീര രൂപത്തിലും കാഷ്ടമൂത്രത്തിന്റെ ദുർഗന്ധങ്ങൾ നിറഞ്ഞ പിശാചുക്കളെ പോലെയായി മനുഷ്യർ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തികൾ കാരണത്താൽ മനുഷ്യരെ ലോകത്തുള്ള സർവത്ര സൃഷ്ടികളും മനുഷ്യനെ ശപിച്ചുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ മനുഷ്യരെ സത്യം പഠിപ്പിച്ച് നല്ലവരാക്കാൻ വേണ്ടി തീർമാനിച്ചു. സാധാരണക്കാരായ ഒരു മനുഷ്യനെ പലജാതി മതരൂപാരാധന ചെയ്യിപ്പിച്ച് 30 വർഷം ഇത്രയും മതരൂപാരാധന ചെയ്യിക്കാൻ വേണ്ടി മതപണ്ഡിതന്മാർക്ക് നേതാവും ആദിമാവുമാക്കി അവരുടെ ദുഷ്ടവൈരാഗ്യത്തോടെ ചെയ്ത പല മത രൂപാരാധനയുടെ ഗുണദോഷങ്ങൾ പരിശോധിപ്പിച്ചു. 100 സർവശക്തനെ പുച്ഛിച്ച് ചീത്ത പറയുന്ന ദുഷ്ടപ്രവൃത്തികളാണ് ഇവകൾ ചെയ്ത് ഹൃദയം കരുത്തിരണ്ട് കരിക്കട്ട പോലെ ആയിരിക്കുന്നു മുഖരോഗം. നായപന്നിയുടെ രൂപത്തിൽ കറുത്തിരണ്ടതും കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും ദുർഗന്ധമുള്ളതും എല്ലാവരും കണ്ടാൽ ആറ്റി ഓടിപ്പിക്കുന്ന വിധത്തിലുമായിരിക്കുന്നു. വലിയുടെ ആത്മാവ് ഇത്രയും രൂപത്തിൽ ആവാൻ വേണ്ടി ചെയ്ത തെറ്റുകൾക്ക് 30 വർഷം അതികഠിനമായി
ശിക്ഷകൾ നൽകി. ശിക്ഷകൾ അനുഭവിച്ച് നിലവിളിച്ച് കരഞ്ഞ് പശ്ചാത്താപിച്ചു ശേഷം 200 വീതം പശ്ചാത്താപ പ്രാർത്ഥനാ പ്രവൃത്തികൾ ചെയ്ത് ഖേദിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പാപമോചനം നൽകി ആത്മാവിനെ മനുഷ്യരൂപത്തിലാക്കി ശേഷം ഇത്രയും പശ്ചാത്താപ നമസ്കാരങ്ങൾ ചെയ്യിപ്പിച്ചു. പല ജാതി മത രാഷ്ട്രീയ രൂപാന്തരം ചെയ്ത് ദുഷ്ട അഹംഭാവികളായി ഹൃദയം കറുത്തിരുണ്ട് ആത്മാവിനെ നായപന്നിയുടെ രൂപത്തിലായി നടക്കുന്ന മനുഷ്യരെയും പശ്ചാത്താപിച്ച് മടങ്ങി സർവശക്തിനെ സ്തുതിച്ചു വണങ്ങി സത്യവാന്മാരായി ജീവിക്കാൻ സത്യോപദേശം ചെയ്യാൻ വേണ്ടി മഹദി ഇമാമാക്കി തീർമാനിക്കുകയും ചെയ്തു. മഹദി ഇമാമായ വരി മനുഷ്യവംശങ്ങൾക്ക് പഠിപ്പിക്കുന്ന 14 വിധം പശ്ചാത്താപ നമസ്കാരങ്ങൾ. ഇവകൾ സ്വയം കണ്ടും കേട്ടും പഠിച്ച് പ്രവർത്തിച്ച് നല്ലവരാകുക. അവൻ നല്ലവരാകുക. അവന്റെ കുട്ടികളെയും കുടുംബങ്ങളെയും പഠിപ്പിച്ച് പ്രവർത്തിച്ചു നല്ലവരാക്കുക. സർവശക്തനായ അല്ലാഹു സർവത്ര മനുഷ്യവംശങ്ങളോട് ഉപദേശിക്കുന്നു. വരി പറയുന്നു, മനുഷ്യരെ ലോകത്ത് എന്തു തന്നെ ഉണ്ടായാലും, എത്ര വലിയ രാജാവും മന്ത്രിയും പണ്ഡിതനും പല കോടി പണവും കുടുംബങ്ങളും ബംഗ്ലാവും മറ്റു എന്തു തന്നെ ഉണ്ടായാലും മരണത്തിന് സമയവും സ്ഥലവും ഇല്ല. അതിന്റെ നിശ്ചിത സമയം അത് നടക്കും. സെക്കൻഡ് കൊണ്ട് പേരുകൾ മാറി കുട്ടികളും കൂട്ടുകാരും കുടുംബങ്ങളും തെറ്റിപ്പിരിക്കുന്നു. ശവശരീരത്തിന്റെ ദുർഗന്ധങ്ങൾ കൂടി എല്ലാവരും കൊട്ടാരത്തിൽ നിന്ന് വിരിച്ചു കൊണ്ടുപോയി കുഴിയിൽ തള്ളുന്നു. ചിലവർ ചുട്ടു തള്ളുന്നു. ആത്മാവ് കാഷ്ടത്തിന്റെ ദുർഗന്ധത്തിലും കരിക്കട്ട പോലെ കറുപ്പുവം നായപ്പന്നിയുടെ രൂപത്തിലും ആകാശത്തിലെത്തിച്ചേരുന്നു. പല ഇന കാഷ്ടമൂത്രവും കഫവും ചോരയും പെട്രോളും ആസിറ്റും കൂടി തിളച്ചും മറിയുന്ന ദുർഗന്ധമുള്ള നരകക്കുഴിയിലേക്ക് എടുത്തെറിയുന്നു. ചോറ് വെക്കാൻ അടുപ്പിലിട്ട് തിളച്ച് മറിയുന്നത് പോലെ ചുഴിയിൽ പെട്ട് മനുഷ്യർ തിളച്ച് മേൽപോട്ടും കയറി വരുമ്പോൾ അവനവൻ ആരാധിച്ച ദൈവപേരുകൾ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അവനവൻ ആരാധിച്ച ദൈവപേരുകൾ അവരവരുടെ ദൈവ രൂപങ്ങൾ കൊണ്ട് അവരവരുടെ തലയിൽ അടിച്ച് ശിക്ഷിക്കുന്നു. ഇതുപോലെ പല ആയിരം ശിക്ഷകളാണ് പല മത ദൈവ ആരാധകർക്ക് ഉള്ളത്. ഇവകൾ വായു കൊണ്ട് സംസാരിക്കുന്നതും പേപ്പർ എഴുതുന്നതുമല്ല. 30 വർഷം ഹിന്ദു ബുദ്ധ ജൂത ക്രിസ്ത മുസ്ലിം മതരൂപാന്തരങ്ങൾ പല പ്രാവശ്യം ദിവസിരുന്ന് ചെയ്ത് ആത്മാവിനെ നായപന്നിയുടെ രൂപത്തിലാക്കി 1000 പ്രാവശ്യം വീതം തപസ്സിരുത്തി ഓരോ ദിവസവും ഓരോ ശിക്ഷകൾ വീതം അനുഭവിച്ച് അനുഭവ ചരിത്രങ്ങളാണ് ഇവകൾ. പല മത രൂപാരാധന ചെയ്യാനും ചെയ്യിപ്പിക്കാനും പല ജാതി മത അനീതി അനാചാരക്രമവും കൊള്ളയും കൊലയും ചെയ്യാൻ കൂട്ടുകാരും കുടുംബങ്ങളും ഉണ്ടാവും. ഇവകളിൽ ലഭിക്കുന്ന പണങ്ങൾ മേടിച്ച് തിന്നാനും അക്രമങ്ങൾ ചെയ്യാനും തിരിച്ചു കിട്ടുന്ന അക്രമങ്ങളിൽ കൈകാലുകളും അംഗങ്ങളും നഷ്ടപ്പെട്ട് കഠിന വേദനയോടെ ഉടുവസ്ത്രവും കിടപ്പടവും ഭക്ഷണവും ഇല്ലാതെ പട്ടിണിക്കിരയായി നിലവിളിച്ച് കരയുമ്പോൾ അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അക്രമങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാരും കൂട്ടുകാരും കുടുംബങ്ങളും ഉണ്ടാവുകയില്ല. വന്ന സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ സർവശക്തന്റെ കഠിനമായ ശിക്ഷ കൂടിയ ചോദ്യത്തിനും ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയും അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി പല മത പണ്ഡിതന്മാരെയും പല മത രൂപാരാധനയും ജാതി മത വ്യക്തി വൈരാഗ്യത്തോടെയുള്ള ചീത്ത പറച്ചിലും കൊള്ളയും കൊലയും അനീതി അനാചാരങ്ങളും ഒഴിവാക്കി ചെയ്ത തെറ്റുകൾക്ക് ഖേദിച്ച് പശ്ചാത്താപിച്ചു മടങ്ങി നല്ലവരായി സഹോദര സ്നേഹത്തിൽ ജീവിച്ച് ഭൂമിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ വേണ്ടി സർവത്ര മനുഷ്യവംശങ്ങളും മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സർവശക്തരുമായ അള്ളാഹു പറയുന്നു. മഹദി ഇമാമായ വലിയനെ കൊണ്ട് 14 വിധം നമസ്കാര പ്രാർത്ഥനാ പ്രവൃത്തികൾ കൊണ്ടുള്ള പശ്ചാത്താപ നമസ്കാരം മനുഷ്യരെ നിങ്ങൾക്ക് സത്യോപദേശം ചെയ്യിപ്പിക്കുന്നു. ഇവകൾ കണ്ടും കേട്ടും പ്രവർത്തിച്ച് സർവത്ര മനുഷ്യവംശങ്ങളും നല്ലവരായി ജീവിക്കുക. ഈ പ്രപഞ്ച പ്രകൃതി ശക്തികളുടെ നേതാവും അപാര ശക്തനും മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും എല്ലാ സഹായ സംരക്ഷണങ്ങൾ ചെയ്തു തന്ന് സംരക്ഷിക്കുന്ന സർവശക്തൻ മനുഷ്യർക്ക് ചെയ്തു തന്ന ഗുണത്തിന് പകരം നന്ദി പറഞ്ഞ് സർവശക്തനെ സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കാൻ മനുഷ്യവംശങ്ങൾ നിർബന്ധിതരാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. മനുഷ്യരായ ഞങ്ങളുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും എല്ലാ സഹായ സംരക്ഷണങ്ങളും ചെയ്തു തന്ന് സംരക്ഷിക്കുന്ന സർവശക്തനുമായ നാഥ, ഇനി സ്നേഹിച്ചു ബഹുമാനിച്ച് അല്ലാ എന്ന മഹത്തായ തിരുവചനത്തിൽ പുകഴ്ത്തി പറയുന്നു. സർവാധിപനും സർവശക്തനായ അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങുന്നു, നന്ദിയും പറയുന്നു. സർവശക്തനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതികളും. അഖില ലോക രക്ഷകനായ അല്ലാഹുവിനാണ്
എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കും ഇരുലോകരക്ഷകനായ അള്ളാഹുവേ നീയാണ് പരിശുദ്ധവാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ വളർമയെ പുകഴ്ത്തി പറയുന്നു. അന്തസ്സും ഐശ്വര്യങ്ങളും ഒരുമിച്ച് കൂടിയവനായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വളർമയെ ഞാൻ വാഴ്ത്തി പറയുന്നു. എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമായ അള്ളാഹുവിന്റെ ഐശ്വര്യ കഴിവുകളെ ഞാൻ പുകഴ്ത്തി പറയുന്നു. സ്നേഹനിധിയും ആഹാരം നൽകുന്നവരുമായ അള്ളാഹുവിനാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. സഹായിക്കുന്നവനും സർവാധിപനും സർവശക്തനുമായ അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ ഒരു സൃഷ്ടിയുടെയും ശക്തിയുടെയും സഹായം മനുഷ്യവംശങ്ങൾക്കില്ല. സർവശക്തനായ അള്ളാഹുവേ, മനുഷ്യരായ ഞങ്ങൾക്ക് നിന്റെ സഹായ സംരക്ഷണം സദാസമയവും വർഷിപ്പിക്കണേ. അള്ളാഹുവേ, നീ കാരുണ്യവാനും കരുണകൾ നിറഞ്ഞവരുമാണ്. അള്ളാഹുവിന്റെ കരുണ സദാസമയം ഞങ്ങളിൽ വർഷിപ്പിക്കണേ. അള്ളാഹുവേ, നീ കനിവുള്ളവനാണ്. പാപദോഷികളായ ഞങ്ങളെ നീ കനിവോടെ കനിയണേ. അള്ളാഹുവേ, നീ സന്മാർഗത്തിൽ ചേർക്കുന്നവനാണ്. പാപദോഷികളായ ഞങ്ങളെ സന്മാർഗത്തിൽ ചേർക്കണേ. അള്ളാഹുവേ, നീ ഗുണങ്ങൾ നിറഞ്ഞവനും ഗുണം ചെയ്യാൻ കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ എല്ലാ സത്യമാർഗങ്ങളിലും പാപികളായ ഞങ്ങൾക്ക് ഗുണം നൽകണേ. അള്ളാഹുവേ, നീ പാപമോചനം നൽകുന്നവനാണ്. പാപദോഷികളായ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ. അള്ളാഹുവേ, നീ ശപിക്കുന്നവനും ശപിച്ചുകൊണ്ട് ശിക്ഷിക്കുന്നവനുമാണ്. അള്ളാഹുവേ, നീ ശപിച്ചുകൊണ്ട് ശിക്ഷിക്കുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കരുതേ. അള്ളാഹുവേ, നീയാണ് ശാന്തിയും സമാധാനവും നൽകുന്നവൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ശാന്തിയും സമാധാനത്തോടെയുള്ള സുഖജീവിതവും നൽകണേ. അള്ളാഹുവേ, നീ സുഖങ്ങൾ നിറഞ്ഞവരും സുഖവാസ സ്ഥലമായ സ്വർഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങളെ സ്വർഗത്തിൽ കിടത്തി സന്തോഷിപ്പിക്കണേ. അള്ളാഹുവേ, നീ രക്ഷിക്കുന്നവനാണ്. ഇഹലോകത്തും പരലോകത്തും ഞങ്ങളെ രക്ഷിക്കണേ. അള്ളാഹുവേ, നീ സുഖമായി ജീവിപ്പിക്കുന്നവനാണ്. ഇഹലോകത്തും പരലോകത്തും ഞങ്ങളെ സുഖമായി ജീവിപ്പിക്കണേ. അള്ളാഹുവേ, നീയാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. ഈ നമസ്കാര പ്രാർത്ഥനകൾ സർവത്ര മനുഷ്യരുടെ വീടുകളിലും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പഠിപ്പിച്ച് സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ നല്ലവരാക്കുകയും ചെയ്യാൻ വേണ്ടി സർവശക്തനായ അല്ലാഹു സർവത്ര മനുഷ്യവംശങ്ങളോട് പറയുന്നു. ഹോ അല്ലാഹു സുബ്ഹാന അല്ലാഹ്. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം, ഓം ശാന്തി. ഓ അല്ലാഹു സുബ്ഹാന അല്ലാഹ്. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം, ഓം ശാന്തി. ഓ അല്ലാഹു സുബ്ഹാന അല്ലാഹ്. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം, ഓം ശാന്തി. അഖില ലോകരക്ഷകനായ അല്ലാഹുവേ, നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. ഇരുലോകരക്ഷകനായ അല്ലാഹുവേ, നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. ഈ പ്രപഞ്ച പ്രകൃതി ശക്തനായ അല്ലാഹുവേ, നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. ആകാശഭൂമികളെയും ഇവകളിൽ പല കോടി ഇനം ശക്തികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവന് അല്ലാഹുവേ, നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. ആകാശത്തെ തൂണില്ലാതെ നിർത്തുകയും ഭൂമിയേക്കാൾ വലുപ്പമുള്ള പലവിധമായ കളറുകൾ നിറഞ്ഞ പ്രകാശമുള്ളതുമായ സൂര്യചന്ദ്ര നക്ഷത്ര ഗോളങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിനോ അല്ലാഹുവേ, നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. ആകാശവിരുപ്പത്തിൽ കടലിനെ സൃഷ്ടിക്കുകയും കടലിൽ പല കോടി ഇനം കളറിലും രൂപത്തിലുമുള്ള പല കോടാനുകോടി സൃഷ്ടികളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവനോ അല്ലാഹുവേ, നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. ഭൂമി ലോകത്തെ സ്വർഗീയ സുഖങ്ങൾ നിറഞ്ഞ സ്വർഗലോകമാക്കിയും ഇവകളിൽ പല കോടി ഇനങ്ങളെ പല രൂപത്തിലും ശബ്ദത്തിലും പല കളറും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവനോ അല്ലാഹുവേ, നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. ഹോ അല്ലാഹു സുബ്ഹാന അല്ലാഹ്. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം, ഓം ശാന്തി. ഹോ അല്ലാഹു സുബ്ഹാന അല്ലാഹ്. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം, ഓം ശാന്തി. ഹോ അല്ലാഹു സുബ്ഹാന അല്ലാഹ്. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം, ഓം ശാന്തി.
ഭൂമി ലോകത്തെ സ്വർഗീയ സുഖങ്ങൾ നിറഞ്ഞ സ്വർഗലോകമാക്കിയും ഇവകളിൽ പല കോടാനുകൂടിയും പല രൂപത്തിലും ശബ്ദത്തിലും പല കളറിലും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവന് അല്ലാഹുവേ നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങളും നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. മനുഷ്യവംശങ്ങളെ ലോകശക്തികൾ കൂടുതൽ അറിവും ബുദ്ധിയും അനുഗ്രഹവും നൽകി സൃഷ്ടിച്ച് സുഖസന്തോഷത്തോടെ സംരക്ഷിക്കുന്നതിന് അല്ലാഹുവേ നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങളും നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. ഭൂമി ലോകത്തെ സ്വർഗീയ സുഖങ്ങൾ നിറഞ്ഞ സ്വർഗ ലോകമാക്കിയും സൃഷ്ടിക്കുകയും ഇവകളിൽ പല കോടി ഇനങ്ങളെ പല രൂപത്തിലും ശബ്ദത്തിലും പല കളറിലും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അല്ലാഹുവേ നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങളും നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. എന്നെന്നും ജീവിക്കുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനും അപാര ശക്തനുമായ അല്ലാഹുവേ നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങളും സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. മനുഷ്യവംശങ്ങളെ ലോകസൃഷ്ടികൾ കൂടുതൽ അറിവും ബുദ്ധിയും അനുഗ്രഹവും നൽകുകയും സൃഷ്ടിച്ച് സുഖസന്തോഷത്തോടെ സംരക്ഷിക്കുന്നു അല്ലാഹുവേ നിനക്കു തന്നെയാണ് എല്ലാ സ്തോത്രങ്ങളും നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി. ഓ അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം, ഓം ശാന്തി. ഓ അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം, ഓം ശാന്തി. ഓ അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം, ഓം ശാന്തി. സർവസ്തുതിയും സർവശക്തനും അല്ലാഹുവേ നിനക്കാവുന്നു. അല്ലാഹുവേ നീ കാരുണ്യവാനും കരുണകൾ നിറഞ്ഞവനുമാവുന്നു. അല്ലാഹുവേ എനിക്കു നീ കരുണ ചെയ്യണേ. അല്ലാഹുവേ നീ രാജാവും ഇരുലോകരക്ഷകനുമാണ്. അല്ലാഹുവേ നീ പരിശുദ്ധവാനും മഹത്വങ്ങൾ നിറഞ്ഞവനുമാണ്. അല്ലാഹുവേ നീ ഗുണങ്ങൾ നിറഞ്ഞവനും ഗുണങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനുമാണ്. ഞങ്ങൾക്ക് ഗുണം ചെയ്യണേ. അല്ലാഹുവേ നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് നിന്നോട് സഹായം ചോദിക്കുന്നു. അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ. അല്ലാഹുവേ നീയാണ് സന്മാർഗത്തിൽ ചേർക്കുന്നവൻ. ഞങ്ങളെ സന്മാർഗത്തിൽ ചേർക്കണേ. അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലും നിന്റെ കരുണാനുഗ്രഹം കൊണ്ട് നീ അനുഗ്രഹിച്ചവരുടെ സന്മാർഗത്തിലും ഞങ്ങളെ ചേർക്കണേ. അല്ലാഹുവേ ദുർമാർഗരുടെ ദുർമാർഗത്തിലും നിന്റെ ശാപത്തിനിരയായവരുടെ മാർഗത്തിലും നീ ഞങ്ങളെ ചേർക്കരുതേ. അല്ലാഹുവേ പരാക്രമികളായ ദുഷ്ടപണ്ഡിതന്മാരുമായ മോഹിനി പിശാചുക്കളെ കൊണ്ട് ചെയ്യുന്ന മാട്ടിമാരണം അക്രമശിക്ഷകളിൽ നിന്നും പിശാചുക്കൾ ഉണ്ടാക്കുന്ന അക്രമശിക്ഷകളിൽ നിന്നും കഠിന വേദന കൂടിയ മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. അല്ലാഹുവേ പശ്ചാത്താപിക്കുന്നവരിലും പരിശുദ്ധവാന്മാരിലും സന്മാർഗികളിലും ഞങ്ങളെ ചേർക്കണേ. അല്ലാഹുവേ യഹത്തിലും വരത്തിലും ഞങ്ങളെ സുഖമായി ജീവിപ്പിക്കുകയും ശരീരാരോഗ്യത്തോടെയും ശാന്തിയും സമാധാനത്തോടെയുള്ള സുഖജീവിതവും സുഖമരണവും മരണശേഷം കാലാകാലവും സ്വർഗീയ സുഖജീവിതവും നൽകണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം ഇപ്പോഴും എപ്പോഴും എന്നേക്കും നൽകണേ. അല്ലാഹുവേ ഞങ്ങളുടെ ശത്രുക്കളും പരാക്രമികളായ രൂപികളിൽ നിന്നും അവരുടെ അക്രമാശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കുമായി. അല്ലാഹുവേ നിന്റെ കഠിനമായ ശിക്ഷകൾ ഇല്ലാതെ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. ഈ പ്രാർത്ഥന രാവിലെ 6 മണിക്കും 9 മണിക്കും ഉച്ചക്ക് 12 മണിക്കും ഉച്ച തിരിഞ്ഞ് 3 മണിക്കും വൈകുന്നേരം 6 മണിക്കും രാത്രി 9 മണി സമയങ്ങളിൽ എത്ര വലിയ രോഗികളായാലും മനസ്സുള്ള സ്ത്രീകളായാലും ജോലിക്കാരായാലും ഈ പ്രാർത്ഥന 6 സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം എല്ലാ ജോലികളും ചെയ്യാൻ. സർവത്ര മനുഷ്യരും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സത്യത്തിൽ കൂടി സത്യോപദേശം ചെയ്യാൻ തീർമാനിച്ച മഹദി ഇമാം ഞങ്ങൾക്ക് സത്യോപദേശം ചെയ്ത് തന്നിരിക്കുന്നു. മഹദി ഇമാമിനെ ഞങ്ങൾക്ക് സത്യോപദേശം ചെയ്ത് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിക്ഷിക്കരുതേ.